ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി ബി ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അലോക്കേഷ്യ വെറൈറ്റിയിൽ പെടുന്ന ഗ്രീൻ ഷീൽഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ്. ഇതൊരു മദർ പ്ലാന്റ് ആണ്. വളരെ പെട്ടെന്ന് വളരുകയും അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് അലോക്കേഷ്യ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇവയുടെ പോട്ട് മിക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൂടുതൽ ചകിരിച്ചോറ് ഇവയുടെ പോട്ട് മിക്സിൽ കൊടുക്കരുത്. അത് കൂടുതലായിട്ട് ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങ് നശിച്ചു പോകും. ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിക്കെല്ലാം ഒരു കിഴങ്ങിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറ് അധികം കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉമി ഉണ്ടെങ്കിൽ ഉമി, പിന്നെ മണ്ണ്, ചാണകപ്പൊടി ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കാവുന്നതാണ്. അത് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് തയ്യാറാക്കണം. ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടും ഉണ്ട്. അതിന് അധികം വിലയൊന്നുമില്ല. അത്യാവശ്യം വലിയ പ്ലാന്റുകൾ 200 രൂപയ്ക്കൊക്കെ നല്ല വലിയ മദർ പ്ലാന്റ് സൈസ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അത് നല്ല വലിയ പ്ലാന്റ്സുകൾ. ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഭംഗി ഉണ്ടല്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്നാണ് ഇവയുടെ പേര് വരുന്നത്. അതുകൊണ്ട് ഇതുപോലെ സ്ട്രൈപ്സും ഇതുപോലെ ഗ്രീൻ കളറും ആയിരിക്കും ഇതിന് വരുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഓരോ പ്ലാന്റ്സിനെ പറ്റിയുള്ള വീഡിയോസിനെയും ഒരുപാട് പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നത് 2K സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായിട്ടുണ്ട്. ഞാൻ റെഗുലറായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടത്തില്ലായിരുന്നു. എനിക്ക് സമയക്കുറവ് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഇനി അങ്ങോട്ട് ഷോർട്സായിട്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകളെ പറ്റി ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസും ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സെയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെങ്കിൽ നമ്മളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ പോയി പ്ലാന്റ്സ് എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. മദർ പ്ലാന്റ് സൈസിലുള്ള ഈ ഒരു പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് കണ്ട് ഇതുപോലെ കിഴങ്ങുകളായിട്ടാണ് ആദ്യമേ പ്ലാന്റുകൾ വരുന്നത്. നമുക്കത് ഇതിനകത്ത് നിന്ന് ഇടക്കിയെടുത്ത് പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തൈകളാവുകയും ചെയ്യും.